എത്ര തവണ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് സമയം രാത്രി 12 മണി നിങ്ങൾ ഫോണിൽ ഷോർട്സോ റീൽസോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിയിങ്. നിങ്ങൾക്ക് നാളെ എക്സാമാണ് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ എക്സാമാണ്. നിങ്ങൾ ഫോണിൽ വേറെ ഷോർട്സോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വീഡിയോ മുഴുവൻ കാണുക. അവസാനം ഒരു ടിപ്പ് പറയുന്നതായിരിക്കും. മനസ്സിലായില്ല ഗൈസ്? സ്ലോലി നിങ്ങളുടെ ലൈഫ് ഡിസ്ട്രോയ് ചെയ്യാണ്. സോ ഗൈസ്, പിന്നെ ഈ വീഡിയോയുടെ എക്സാം സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ഫോൺ യൂസേജ് റിഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ പിന്നെ കുറച്ച് മെത്തേഡും പറയുന്നതായിരിക്കും, എങ്ങനെ ഫോൺ യൂസേജ് കുറച്ചെങ്കിലും കമ്മിയാക്കാം ഈ എക്സാം സമയത്ത് എന്നാണ് പറയുന്നത് ഗൈസ്. സോ ഗൈസ്, ആദ്യം തന്നെ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം വെക്കുക, പർട്ടിക്കുലർ ടൈം വെക്കുക, ഫോക്കസ് മോഡ് സംതിങ് ലൈക്ക് ദാറ്റ്. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ ആപ്സ് ഡിലീറ്റ് ചെയ്യാണ്ട് ഈ ആപ്പ് ഞാൻ ഇത്ര മിനിറ്റ് നോക്കുള്ളൂ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ വന്ന് ഇംഗ്ലീഷ് ഫിക്ഷൻ പറയുന്നത് തന്നെ വേറെ ഒന്നുമല്ല. ഷോർട്സ് പോലും കണ്ടുപിടിക്കുമ്പോൾ ഈ ഡിജിറ്റൽ പാരൻറ്റിങ് ഉണ്ടായല്ലോ, ആ ഡിജിറ്റൽ പാരൻറ്റിങ്ങിൽ ടൈമർ വെക്കാൻ പറ്റും. ആ ടൈമർ വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഫുൾ ടൈമർ 0 മിനിറ്റ് വെക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഒരു ടൈമർ വെക്കും, അത് നിങ്ങൾ ഓഫാക്കണം. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഓൺ ആക്കും. അങ്ങനെ ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫിക്ഷൻ കിട്ടാണ്. സോ അത് നിങ്ങളുടെ കൂടുതലും അഡിക്റ്റഡ് ആക്കാതിരിക്കും. പിന്നെ വേണ്ട ഗൈസ്, ഫോൺ ഫ്രീ സോൺ. ഇപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ കുട്ടികളും ഫോൺ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. ഇറ്റ്സ് എ ഫൈൻ. ഞാൻ ലാസ്റ്റ് ഒരു ടിപ്പ് പറയുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഈ ഫോൺ നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ ലാസ്റ്റ് വരെ കാണുക ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ഫോൺ നോക്കാണ്ടാണ് പഠിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോൺ നിങ്ങളുടെ സ്റ്റഡി റൂമിൽ വെക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഫോൺ വെക്കാതിരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോൺ ഒരു അപ്പുറത്തെ റൂമിൽ വെക്കുക, അല്ലെങ്കിൽ ഫോൺ ആ ടേബിളിൽ വെക്കാതിരിക്കുക, അല്ലെങ്കിൽ അച്ഛനടുത്തോ അമ്മയടുത്തോ കൊടുത്ത് ഫോൺ അവിടെ തരാതിരിക്കാൻ പറയുക. അത് കൂടുതലും നിങ്ങളെ ഫോക്കസോടെ പഠിക്കാൻ സഹായിക്കും. പിന്നെ വേണ്ട ഗൈസ്, 1 മിനിറ്റ് റൂൾ. നിങ്ങൾ 5 സെക്കൻഡ് റൂൾ, 10 സെക്കൻഡ് റൂൾ, 5 മിനിറ്റ് റൂളെല്ലാം കേട്ടിട്ടുണ്ടാവും. ബട്ട് ഇത് 1 മിനിറ്റ് റൂളാണ്. റൂൾ സിമ്പിളാണ്. നിങ്ങൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഒരു 60 സെക്കൻഡ് ഫോൺ നിങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങൾ ഒന്ന് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക. ഫോൺ എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത്, ഈ ഫോൺ എടുക്കുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുക. സോ അത് 70% ചാൻസ് ഉണ്ട് നിങ്ങൾ ഫോൺ എടുത്ത് ഷോർട്സോ റീൽസോ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവസാനമായി ഗൈസ്, അവസാനത്തെ ടിപ്പ് തന്നെ പറയുന്നതാണ്, ഒരു ആപ്പ് ഉണ്ട് ഗൈസ്. ആ ആപ്പിൻ്റെ പേര് റീഗെയിൻ ആണ്. ഈ ആപ്പാണ്. ഈ ആപ്പിൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ചാനൽ മാത്രം അലോ ചെയ്യാൻ പറ്റും. ബാക്കി ഷോർട്സൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസും ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ നിങ്ങളെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഗായ്സ്, വീഡിയോ കഴിഞ്ഞു. ഈ വീഡിയോ ഞാൻ ഒരാഴ്ച മുമ്പേ ഇടണമെന്ന് വിചാരിച്ചാണ്. ബട്ട് എക്സാം തിരക്കായി നേരം ഇടാൻ പറ്റിയില്ല. സോറി ഫോർ ദാറ്റ്. എനിക്ക് പിന്നെ 2 എക്സാം ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് +2 പിന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്, ഇംഗ്ലീഷ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുമോ, തരുമോ എന്നൊക്കെ. ടു ബി ഓണസ്റ്റ് ഗൈസ്, ഐ എം നോട്ട് എ ഗുഡ് അറ്റ് പ്ലാനർ. ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുക പറഞ്ഞാൽ ചാപ്റ്റർ മൊത്തം വായിക്കും, പിന്നെ ഫോർമാറ്റൊക്കെ നോക്കണം, അങ്ങനെയൊക്കെ ഞാൻ പഠിക്കുക. പിന്നെ എനിക്കെന്താ അറിയോ, +1 ഇംഗ്ലീഷ് മാർക്ക് കുറയാൻ കാരണം, ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഫ്ലുവൻലി സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് ഐ ക്യാൻ റൈറ്റ് ഇംഗ്ലീഷ് വെരി വെൽ. ബട്ട് ദി പ്രോബ്ലം ഈസ്, ഞാൻ എഴുതുന്നത് ആമയെ പോലെയാണ് ഗൈസ്. സത്യം പറയാലോ, ഞാൻ നല്ല സ്ലോ ആണ്. +1 പഠിക്കുമ്പോൾ എന്താ പറയുക, 8 മാർക്കിൻ്റെ എസ്സേ ഞാൻ അരമണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. അവസ്ഥ അങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് A+ കിട്ടുമോ? ഇല്ല. പിന്നെ +2 സമയത്ത് അങ്ങനെയൊക്കെയോ ലാസ്റ്റ് സമയത്ത് തന്നെ നല്ലോണം ടൈമർ വെച്ച് എഴുതി കുറേ തവണ എഴുതി 15 മിനിറ്റ് 10 മിനിറ്റൊക്കെ ആക്കിയിട്ടുണ്ട് എസ്സേ ഒക്കെ. സോ അത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ എല്ലാവരും ഈ സമ്മറിയൊക്കെ ഉണ്ടല്ലോ ചാപ്റ്റർ വൈസ്, അത് പഠിക്കുന്നത് നല്ലതായിരിക്കും ഈ ഇംഗ്ലീഷ് എക്സാമൊക്കെ എഴുതുമ്പോൾ. പിന്നെ നമ്മൾ ഓൺ വെബ്സൈറ്റ് അങ്ങനെ അടിച്ചു വിടാണ്. സമയം മാനേജ് ചെയ്യണം, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പിന്നെ ഇന്നെല്ലാം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഹിന്ദി റിവ്യൂ ചെയ്തിട്ട്. അത് എന്തോ വീഡിയോ ക്രാഷ് ചെയ്യപ്പെട്ടെന്ന്. സത്യം പറയാലോ, ഞാൻ വീഡിയോ ഡ്യൂപ്ലിക്കേറ്റും എടുത്ത് വെച്ചില്ല ഫോണിൽ, ഡയറക്റ്റ് എടുത്തു ലാപ്ടോപ്പിലാക്കിയിട്ട് എഡിറ്റ് ചെയ്തു. വീഡിയോ ഡയറക്റ്റ് ക്രാഷ് ചെയ്തു. ഞാൻ ഈ ഫോണിലത്തെ ആ ഡ്യൂപ്ലിക്കേറ്റ് ഡിലീറ്റും ചെയ്തു. അവസ്ഥ. പിന്നെ ഗൈസ്, ഞാൻ മാത്സ് റിവ്യൂ ചെയ്ത ദിവസം ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ആൻസർ കീ എടുത്ത് നോക്കിയാണ്. 12 മാർക്കോളം പോയി ഗൈസ്. 10, 13, 14 മാർക്ക് പോയി. എൻ്റെ സത്യം പറയാമല്ലോ, നല്ല കോൺഫിഡൻ്റോടെ എനിക്ക് നല്ല മാർക്ക് കിട്ടും, തേങ്ങയാണ്. ഇപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാം കഴിഞ്ഞു. പിന്നെ +2കാർക്ക് ഇപ്പോൾ +1 ഈ വീഡിയോ +1 10 കുട്ടികൾ കാണണ്ടെങ്കിൽ ദയവേത് ഗൈസ്, നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ആൻസർ കീ നോക്കണ്ട.
അത് സത്യം പറഞ്ഞൊരു ബാഡ് ഐഡിയ ആണ്. എക്സാം അത് കഴിഞ്ഞു. പിന്നെ നിങ്ങളെ മാറ്റാൻ പറ്റില്ല, നിങ്ങൾ എഴുതിയാൽ മാറ്റാൻ പറ്റില്ല. വെറുതെ ആൻസർ കീ എടുത്ത് നോക്കിയിട്ട് എന്തിനാ ബേജറായിട്ട് ഒരു കാര്യം നടക്കില്ല. പിന്നെ ഗൈസ്, ഞാൻ ഒരു സ്റ്റഡി ചലഞ്ചായിട്ട് വരുന്നതാണ്. ഈ ചലഞ്ചിൽ ചെറിയ മിസ്റ്റേക്കും കൂടെ ആയാൽ എൻ്റെ ലൈഫ് സ്പോയിലോ. സോ ആ ചലഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ ഒരു പോൾ ഇടുന്നതായിരിക്കും. ആ പോളിൽ നിങ്ങൾ എസ് ഓർ നോ പറയൂ. സോ ഗൈസ്, വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ മറക്കാണ്ട്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നു. ഇറ്റ്സ് ഫീൽ ഹേർട്ട് ബ്രോ. ഇറ്റ്സ് ഹേർട്ട് മോർ ദാൻ എനി ബ്രേക്കപ്പ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.